നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഇരുന്നപ്പോൾ അത് ഫോട്ടോ എടുത്ത് വെച്ചു, അത് വീഡിയോ ആക്കി എടുത്ത് വെച്ചു, എന്നിട്ട് എന്നെ നോക്കി ചിരിച്ച് കാണിക്കാം. അപ്പോൾ ഇന്നില്ലേ ഞാൻ കുറച്ച് ചുരിദാർ സെറ്റ് കാണിക്കട്ടെ. ഒത്തിരി അധികം ഒന്നും കാണിക്കുന്നില്ല, കുറച്ച് കാണിക്കുന്നുള്ളൂ. നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരാൻ പറ്റുന്നവരൊക്കെ വായോ. കുർത്തിയുടെ സെക്ഷനൊക്കെ നമ്മൾ കുറച്ച് റിനോവേറ്റ് ചെയ്തിട്ട് ഹാങ്ങിങ് ആക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം സ്വന്തമായിട്ട് നോക്കിയെടുക്കാം. സൂപ്പർ മാർക്കറ്റിൽ കയറി നടക്കുന്ന പോലെ കുർത്തിയുടെ സെക്ഷനൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി സ്വന്തമായിട്ട് എടുക്കാവുന്ന പോലെ റാക്കേലാണേലും ഹാങ്ങിങ് ആണേലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ പറയാം. ചുരിദാർ സെറ്റും അങ്ങനെ തന്നെ. അപ്പോൾ ഇഷ്ടംപോലെ ഓണത്തിന് ബണ്ടിൽ കണക്കിന് സാധനങ്ങൾ വന്ന് ചാടിക്കൊണ്ടിരിക്കുക. വരാൻ പറ്റുന്നവരൊക്കെ വരിക, ഡയറക്റ്റ് വരാൻ പറ്റുന്നവർ വരിക, അല്ലാത്തവർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക. അപ്പം നമുക്ക് ഓണം കളറാക്കാം. ഇത് നെറ്റ് കോട്ടയുടെ ഫാബ്രിക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള നെറ്റ് കോട്ട എന്നും ഏത് കാലത്തും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു സ്റ്റഫാണ്. കാരണം ഒരു സ്റ്റാൻഡേർഡ് ഫീൽ തരും. അതിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വെൽവെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ വെൽവെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ വെൽവെറ്റ് ആണെന്ന് പറയും, വെൽവെറ്റ് അല്ലേന്ന് ചോദിച്ചാൽ വെൽവെറ്റ് അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പും ഇതാണ്. ഇച്ചിരി കട്ടിയിലൊരു ഇത് വെച്ച് ആപ്ലിക്ക് വർക്ക് ചെയ്തിരിക്കുകയാണ് ദാമൻ പോർഷനിൽ. കളറ് കണ്ടാ അറിയാലോ, ഒരു ക്രീം കളറാണ്. ഇതിപ്പോൾ വേറെ കളർ തോന്നിക്കുന്നതിനറിയാം. അകത്ത് ലൈൻ ഇതിരിക്കുന്നതുകൊണ്ടാ. ഇതാണ് ആ ഒരു താഴെ വരുന്ന ദാമൻ പോർഷനിൽ വരുന്ന അതിൻ്റെ തന്നെ സ്ലബ് സിൽക്കി വരുന്ന ബോട്ടം. നല്ല സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയൽ വരുന്ന ബോട്ടം. നല്ല ഭംഗിയാണ്. ഈ ഒരു സെറിയൊക്കെ ഇല്ലേ, ഒരു കൊച്ചു സെറി ഈ കണ്ണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് വെച്ചിട്ടുണ്ടല്ലോ കൈയുടെ സൈഡിലൊക്കെ കുഞ്ഞായിട്ടൊക്കെ ഒന്ന് വെക്കുവാണെങ്കിൽ ഒരു ഓണം സ്റ്റൈൽ വരുത്താം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ലുക്ക് കുറച്ചും കൂടെ കിട്ടും. ഇതിന്റെ മുന്താണി അല്ലല്ലോ എന്നാ പറയാ, ദുപ്പട്ട വരുമ്പോഴും ഇത് കണ്ടോ, ദുപ്പട്ടയിലും ഇത്രയും തന്നെ ആപ്ലിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല റേറ്റാണ്, നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ കൂടെ വെൽവെറ്റിന്റെ സ്റ്റഫ് വെച്ചിട്ടാണ് ആപ്ലിക്ക് വർക്കും കൂടി ചെയ്തിരിക്കുന്നത്. അപ്പൊ വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള തെറിച്ച് നിൽക്കുന്ന അങ്ങനത്തെ വെൽവെറ്റ് അല്ല, സോഫ്റ്റ് ഒരു ചെറിയ ഗ്ലോ ഉള്ള വെൽവെറ്റ്, അങ്ങനത്തെ വെൽവെറ്റ്. ഇതിപ്പോ ഒരു രാമഗ്രീന്റെ ഡാർക്ക് ഷെയ്ഡ്, ഗ്രീന്റെ ടീൽ ബ്ലൂവിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇതിന്റെ കളർ ഇങ്ങോട്ട് കയറി പിടിക്കത്തില്ല എന്നാണ് അവകാശപ്പെടുന്നത്. എനിക്കും കണ്ടിട്ട് തോന്നുന്നില്ല. എന്നാലും വാഷ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കുക. പറ്റുമെങ്കിൽ ഒരു ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കളർ കയറി പിടിക്കുന്നതെന്ന് തോന്നുന്നില്ല ഇങ്ങോട്ട്. ഈ ഡാർക്ക് ലൈറ്റും കൂടെ വരുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു തോന്നലാണിത്. ഇതാണ് മുന്താണിയല്ല, പിന്നെ ദുപ്പട്ട കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ട കണ്ടോ, ഭയങ്കര രസമല്ലേ. നല്ല സ്റ്റൈലായിട്ട് ഇടാം. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിക്ക് ഇട്ടുകൊണ്ട് പോകാം. ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാനാ. ഓണത്തിനും ഇടാം. ഓണത്തിന്റെ ഗാദറിങ്സിന് ഇപ്പൊ ഇനി എല്ലാവർക്കും ഒന്ന് സാരി ഉടുക്കാനൊക്കെ ഒരു മടിയൊക്കെ ചെറിയതാണ് ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങളുടെ കളർ കോഡിന് ചേരുന്നതാണെങ്കിൽ ഇങ്ങനെ ഇടാമല്ലോ. എടുത്തില്ലേ? ഇല്ലേ? ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം. വില പറയണോ? ചോദിക്കണ്ടേ? ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? നമ്മൾ എല്ലായിടത്തും തുറന്ന പുസ്തകം പോലെ പെരുമാറാവുള്ളൂ. നമ്മൾ ഈ ജാടയും വെച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ചോദിച്ചതിന് കുറ്റം ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാണ്? എനിക്കില്ലെന്ന് ചോദിക്കണമെന്ന് തോന്നി, ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഓ, എനിക്ക് വയ്യേ. ബ്ലാക്ക്. അപ്പൊ ബോട്ടം ആണ് ഈ അടി ബ്ലാക്ക് കളറിൽ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് കണ്ടോ, ഞാൻ നൂർത്ത് കാണിക്കണ്ടല്ലോ. ബോട്ടം സ്ലബ് സിൽക്കിന്റെ നല്ല ബോട്ടമാ. ഇതാണ് ഇത്. ഇത്ര നോക്കിയാൽ മതി. നിങ്ങൾ ഇതിന്റെ കളറാണ് ഈ കറക്റ്റ് ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ ഇതായിരിക്കും കളർ. ഈ ടോപ്പിന്റെ കളറിലോട്ട് നിങ്ങൾ നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ അതിന്റെ അടിയിൽ ബ്ലാക്ക് ബോട്ടത്തിന്റെ ഇരിക്കുന്നത്. ഇതായിരിക്കും നിങ്ങൾ ഇടുമ്പം ഇതിന്റെ കളർ. ലൈനിങ് ഈ കളർ ഇട്ട് കഴിയുമ്പോൾ ഇതായിരിക്കും കളർ. ഇതാണ് അടുത്ത കളറ്, ബ്ലാക്ക് അടിയില്. അടുത്തത് മെറൂൺ. പിന്നെയും പറയാണ്, ഇതാണ് കളർ. കണ്ടോ, ഇരിക്കും കളർ. ഇത് ദുപ്പട്ടയുടെ എൻഡ് പോർഷൻ, ദാമൻ പോർഷൻ. ഇത് ബോഡിയുടെ ദാമൻ പോർഷൻ. ഇനി തിരിച്ച് കയ്യിലൊക്കെ ആക്കി വേണമെങ്കിലും അങ്ങനെയൊക്കെ സ്റ്റൈല് ചെയ്യാൻ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ദാമൻ പോർഷനിൽ ഇത് കണ്ടോ, സ്കാലപ്പ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഈ ആപ്ലിക്ക് വർക്ക് ഇത്രയും ഈ മെറ്റീരിയൽ കൊണ്ട് ചെയ്യണമെങ്കിൽ തന്നെ നല്ല നല്ല പണിയുണ്ട്. നമ്മളിപ്പോൾ ചെയ്യിക്കണമെങ്കിലും നല്ല റേറ്റ് ഉണ്ട്. ഇതിന്റെ റേറ്റ് 1899 ഉള്ളൂ. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. 1899 മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ചുരിദാർ കാണിക്കട്ടെ. ബഡ്ജറ്റ് റേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. ബഡ്ജറ്റ് റേറ്റ് ആണ്.
ബഡ്ജറ്റ് റേറ്റ് എന്ന് പറയാൻ എല്ലാവരും അത് പറയല്ല, പക്ഷെ ആ മെറ്റീരിയലും അതിൻ്റെ വർക്കും, ഇതിൻ്റെ കളറില്ലേ, എന്നാ കളറാണ്, ആർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് കേട്ടോ. റെഡ്, ബ്ലഡ് റെഡിൻ്റെ ഒരു നല്ലൊരു കളർ. ഇത് സൈഡ് പോർഷൻ ആണ്. സെൻട്രൽ പോർഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തിരിക്കുക കണ്ടോ. പിന്നെ ഈ കളർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ലേ? അയ്യോ, നിങ്ങൾ ഡയറക്റ്റ് വന്ന് എടുക്കാവുന്നവർ ഡയറക്റ്റ് വന്ന് വാങ്ങിച്ചോ. ഇപ്പൊ കറക്റ്റാ, ഇപ്പൊ കിട്ടും. നല്ലൊരു കളറാട്ടോ. ഭയങ്കര ഫങ്ഷന് നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റൈലായിട്ട് നല്ല ഷേപ്പില് ബോഡി കർവ്സ് ഒക്കെ നല്ല രീതിക്ക് വരുന്ന രീതിക്ക് നല്ല രീതിക്ക് തയ്ച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ക്രേപ്പ് ജോർജറ്റ് ആണ് സ്റ്റഫ് കണ്ടോ. ഫ്രണ്ടിൽ മുഴുവൻ ഇങ്ങനെ ഫുൾ ബാക്കി സൈഡുകളിലെല്ലാം ഒരു എംബ്രോയിഡറി വിത്ത് സീക്വൻസ് വർക്ക്. ഇതും എംബ്രോയിഡറി വിത്ത് സീക്വൻസ് വർക്ക്. ബാക്കിൽ പ്ലെയിന്, ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും. ഇനി ദുപ്പട്ടയും കൂടെ കാണിച്ചു തരാവേ. ഉണ്ടോ, നല്ല ഭംഗിയുള്ള ദുപ്പട്ട. സാരി ആയിട്ട് എടുക്കാൻ തോന്നുന്നല്ലേ. ഇത് ഇങ്ങനെ 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 എൻ്റെ ഡ്രസ്സ് അടി കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു അറിയത്തില്ല. നല്ല ഭംഗിയുള്ള ദുപ്പട്ട, നല്ല രസമാണ്. നല്ല ലെങ്ത്തും വിട്ടും എല്ലാം ഉള്ള ഇഷ്ടം പോലെ തുണിയുള്ള ചുരിദാർ മെറ്റീരിയലും അതുമാണ്. അതിൻ്റെ ഇതുമാണ്. ഈ ഒരു ഒറ്റ കളറേ വന്നിട്ടുള്ളൂ ഈ ഒരു ഡിസൈനിൽ. ഇനി വേറെ ഒന്നും കാണിച്ചു തരാം. ബ്ലാക്കിലാണേ. ബ്ലാക്കിലെ മാജിക്, ബ്ലാക്കും പീച്ചും കൂടെ കോമ്പിനേഷൻ. ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കോമ്പിനേഷൻ അല്ല, പക്ഷെ ആ കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ട്. നല്ല നല്ല ഭംഗിയാണ്. ക്രേപ്പ് ജോർജറ്റാണ് സ്റ്റഫ്. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നോക്ക്, ഫുള്ള് ഹെവി ആയിട്ട് സെൻട്രൽ പോർഷനിൽ കൂടെ എംബ്രോയിഡറി വർക്കും കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും ചെയ്തിരിക്കുക. സൈഡിൽ ബൂട്ടാസ് പോലെ എംബ്രോയിഡറി വർക്ക്. ബോട്ടം സെയിം തന്നെ ബ്ലാക്ക്. ഇത് ദുപ്പട്ട, അത് തന്നെ സെയിം ദുപ്പട്ട, പീച്ച്, ബ്ലാക്ക് ആൻഡ് പീച്ച്. ഇനി ബ്ലാക്ക് ആൻഡ് വാടാമുല്ല. വാടാമുല്ല എന്ന് പറഞ്ഞാൽ പോടാമുല്ല എന്ന് പറയുന്നു. വാടാ പുല്ലേ എന്നല്ല പറഞ്ഞേ, വാടാമുല്ല എന്നാ പറഞ്ഞേ. എല്ലാം തമാശക്കാരാ, ഭയങ്കര തമാശക്കാരാ. വാടാമുല്ല കളർ, ഇത് നല്ലൊരു കളറാട്ടോ. നിങ്ങൾക്ക് പീച്ച് കിട്ടിയില്ലെങ്കിൽ വാടാമുല്ല എടുത്തോളൂ, ഒരു സംശയവും വേണ്ട. രണ്ടും നല്ല കളറുകളാ. ഇതിന് ദുപ്പട്ട വരുമ്പോ ഇങ്ങനെ സെയിം തന്നെ. ഇതിന്റെയൊക്കെ റേറ്റ് എത്രയാ? വെറും 1950 രൂപ. ഇതിന്റെ വർക്ക് ക്രേപ്പ് ജോർജറ്റ്, നിറച്ചും ഹെവി ആയിട്ടുള്ള വർക്ക്. ഇതെല്ലാം ഇവിടെ കൂട്ടിയിട്ട് അത്രയാവും. ബ്ലാക്ക് തന്നെ അങ്ങ് കാണിക്കാം. ബ്ലാക്കില് മറ്റൊരു ഇന്ദ്രജാലം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി എക്സൈറ്റ്മെന്റ് വരുമ്പോൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കത്തില്ലേ. നിങ്ങൾ നോക്കി ഇതിന്റെ വർക്ക് നിങ്ങൾ നോക്ക്, എന്നാ ഭംഗിയുള്ള വർക്കാ ചെയ്തിരിക്കുന്നതെന്ന്. മാംഗോ മാംഗോ ഡിസൈനിൽ നല്ല ഹെവി ആയിട്ട് ഈ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുക. എന്നിട്ട് സൈഡിൽ ഇത് ചെയ്തിരിക്കുക. ഇത് ഡാർക്ക് പീച്ച് ആണ് ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ. നല്ല രസമായിരിക്കും കേട്ടോ, ഭയങ്കര രസമായിരിക്കും. ഇത് സ്കാലപ്പ്, ഒരു സൈഡ് സ്കാലപ്പും ഒരു സൈഡിൽ ഇങ്ങനത്തെ ആ ഒരു മാംഗോ പ്രിന്റും കൂടെ കൊടുത്തിട്ട് നല്ല ഷോളൊന്നും ഒട്ടും ഒരു ശതമാനം പോലും പിശുക്കിയോ കാര്യങ്ങളിലോ ഒന്നും അല്ല ഷോള് പോലും ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല ഉണ്ടോ രസം. ഷോള് നോക്ക്, ഇപ്പട്ടാ നോക്ക്, എന്നാ രസം നോക്ക്. ഒരു സൈഡ് സ്കാലപ്പ്, നല്ല ജെറ്റ് ബ്ലാക്ക് കളറും, ആർക്ക് വേണമെങ്കിലും ചെയ്യുകയും ചെയ്യും. അടുത്തത് റാണി പിങ്കില് ബ്ലാക്ക്. അത് തന്നെ ഡിസൈനും കാര്യങ്ങളും എല്ലാം, കളർ മാത്രം മാറി വന്നു. പിങ്ക് റാണി പിങ്കില് ബ്ലാക്ക്. നല്ല രസമല്ലേ, നല്ല ഭംഗിയാണ്. എന്തെങ്കിലും ഇത് സെൻട്രിക് പോർഷനിൽ കൂടെ ഇതും കൂടെ പോയിട്ട്, ഞാനിങ്ങനെ ഓരോ പെൺപിള്ളേരൊക്കെ, ഇത് പെൺപിള്ളേരോ ചേച്ചിമാരോ ഒക്കെ ആരാണേലും, അനിയത്തിമാരോ അമ്മമാരോ പെങ്ങന്മാരോ
ഒരു മണി തയ്ച്ചിട്ടുണ്ട്, നല്ല രസമായിരിക്കും. ഇതൊക്കെ തയ്ച്ചിടുന്നവർ പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ അയച്ചതാ. എവിടെയും പബ്ലിഷ് ചെയ്യത്തൊന്നും ഇല്ല, നിങ്ങൾ കാണാൻ, നമ്മുടെ സാധനങ്ങളൊക്കെ ഇത് കാണാൻ. കസ്റ്റമേഴ്സ് എല്ലാം മേടിച്ചോണ്ട് പോകുന്നതല്ല, നമ്മളിത് അങ്ങനെ തയ്ച്ച് എല്ലാം ഒന്നും കാണാൻ സാധിക്കത്തില്ലല്ലോ. ഞാൻ വളരെ പിശുക്കിയുള്ള ചുരിദാർ സെറ്റ് കാണില്ല കേട്ടോ. ഇത് ഇങ്ങനത്തെ ജോർജറ്റ് ഒന്നും അല്ലാത്ത ഒത്തിരി 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 സെമി മൽച്ചന്തേരി, മൽക്കോട്ടൺ എല്ലാം വന്നിട്ടുണ്ട്. ഇത് മറ്റൊരെണ്ണം, ഇതും ജെറ്റ് ബ്ലാക്കും പീച്ചും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. ഇത് വരുമ്പോൾ ഇത് കണ്ടോ, നെക്കൽ ഇങ്ങനെ ഒരു വർക്ക്, നെക്കൽ ഇങ്ങനെ ഒരു വർക്ക് വരും. പിന്നെ താഴെ ദാമൻ പോർഷനിലും ഒരു വർക്ക് വരും. കൈ ഇങ്ങനെ വരും. ദുപ്പട്ട ബ്ലാക്ക് തന്നെ, ബോട്ട്. ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഇങ്ങനത്തെ മോഡൽ കുറേ ഉണ്ട് വന്നേക്കുന്നത്, ഞാനിപ്പോൾ ഇത്രയും കാണിക്കുന്നുള്ളൂ. ഇത് പക്ക പാർട്ടി വെയർ ഐറ്റംസ് ആണ് ഇന്ന് കാണിച്ചത് മാത്രമേ. ഞാൻ ചുമ്മാ റാൻഡമായിട്ട് കുറച്ചെണ്ണം മാത്രം എടുത്ത് കാണിച്ചതേ ഉള്ളൂ. എന്നും ഈ സാരി തന്നെ കാണിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ലോ എന്നോർത്ത്. അപ്പം എന്താ, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.